എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC എക്സാമിനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകായിരിക്കും. അപ്പോൾ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ എക്സാമിന് ചോദിക്കുക എന്നുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി തരുന്ന മുൻപ് ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ സൊല്യൂഷൻ അതിനോടനുബന്ധിതമായ കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 10 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന അടുത്ത 10 ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കോ. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇഫ് എക്സ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1/x³ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെടുന്നത്, അല്ലേ? എക്സ് ക്യൂബ് മൈനസ് 1/x³ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഈ സംഭവം കാണുമ്പോൾ നമുക്കൊരു ഐഡിയ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. എടാ, ഇത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ ഈ സാധനം? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം അത് പ്രകാരം എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് എന്ത്? എക്സ് സ്ക്വയർ മൈനസ് 2 × x × 1 2x പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 കണ്ടാൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ കൊടുക്കാം. ശരിയാണല്ലോ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ സ്ക്വയർ ഇപ്പുറം വന്ന റൂട്ട് ആവും. എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവിടുന്ന് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളൊരു കൺക്ലൂഷൻ കിട്ടും. ശരിയല്ലേ? എക്സ് ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ക്യൂബ് മൈനസ് 1/x³ ആണ്. അവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. 1³ മൈനസ് 1/1³, അതായത് 1 മൈനസ് 1 0 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി 0 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണോ നോക്കിക്കേ? വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് NTPCയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതുപോലെ സമാനമായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പോളിനോമിയൽ റിലേറ്റഡ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചിരിക്കണേ. √2 പ്ലസ് √x ഇസ് ഈക്വൽ ടു √3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ് ഉള്ള ടേം മാത്രം ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ √x ഇസ് ഈക്വൽ ടു √3 മൈനസ് √2 എന്ന് വരും. ശരിയാണല്ലോ? അപ്പോൾ ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ എടുക്കുക, അല്ലേ? രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുക. ഇവിടെയും സ്ക്വയർ എടുക്കുക, ഇവിടെയും സ്ക്വയർ എടുക്കുക. √xന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, അറിയാലോ? ഇനി ഇവിടെ എന്താ അപ്ലൈ ചെയ്യുക? എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇപ്പുറം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തന്നെ വേണ്ട ഈ കാണുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്ലൈ ചെയ്യുമ്പോൾ √3യുടെ സ്ക്വയർ മൈനസ് 2ab 2 × √3 × √2 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2ന്റെ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞു √x സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സ് തന്നെയാണ്. ശരിയല്ലേ? ഇപ്പോൾ √3 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 3 ആണ്. √2 സ്ക്വയർ എടുത്താൽ 2 ആണ്. അപ്പോൾ അത് ഒരുമിച്ചാക്കി മൈനസ് 2 × ഇനി ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്. √a × √b എന്ന് പറയുന്നത് √ab ആണ്. √a × √b എന്താണ്? √ab ആണ്. അപ്പോൾ √3 × √2 √3 × 2. അപ്പോൾ എന്ത് വരും? 3 × 2 5 മൈനസ് 2 √2 × 3 6. സോ 5 മൈനസ് 2 √6 ആണ് ആൻസർ വരിക. ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ഡി. 5 മൈനസ് 2 √6 എന്നുള്ളതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചിരിക്കണേ. ഏരിയ ഓഫ് എ ട്രപ്പീസിയം. ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1792 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാരലൽ സൈഡ്സ് ഈസ് 28 സെന്റിമീറ്റർ. If the length of one of the parallel side is 72 cm, find the length of the other side എന്നാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്.
അപ്പൊ ആദ്യം തന്നെ ഒരു ട്രപ്പീസിയം അതിന്റെ ഒരു റഫ് സ്കെച്ച് എങ്ങനെ വരും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ രീതിയിലാണ് നമുക്കൊരു ട്രപ്പീസിയം കാണാം, ശരിയല്ലേ? ഇതാണ് ഒരു ട്രപ്പീസിയം. ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1792 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാരലൽ സൈഡ്സ്. പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രണ്ട് സൈഡുകൾ, ഇതാണ് നമ്മുടെ പാരലൽ സൈഡ്സ്. അതിന്റെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആ ട്രപ്പീസിയത്തിന്റെ ഹൈറ്റ്, അല്ലെ? അപ്പൊ ആ ട്രപ്പീസിയത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതിന് പകരം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാലും മതി. ഉയരം എത്രയാണ്? നമുക്ക് 28 തന്നിട്ടുണ്ട്. ആ ട്രപ്പീസിയത്തിന്റെ ഉയരം 28 സെന്റിമീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ വൺ ഓഫ് ദ പാരലൽ സൈഡ്, ഒരു പാരലൽ സൈഡിന്റെ ദൂരം 72 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പാരലൽ സൈഡിന്റെ ദൂരം, ഈ കാണുന്ന ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്. അപ്പൊ നമുക്ക് ട്രപ്പീസിയത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഒരു സൈഡ് എ, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ബി, ഉയരം h ആണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ട്രപ്പീസിയം? ഏരിയ ഓഫ് ട്രപ്പീസിയം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 1/2 ഇൻറ്റു ഈ ഓപ്പോസിറ്റ് വരുന്ന പാരലൽ ആയിട്ടുള്ള സൈഡുകളുടെ സം a + b ഇൻറ്റു h. h എന്ന് പറയുന്ന ഉയരം ഇസ് ഈക്വൽ ടു 1792. ഇനി നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സംഭവം ഒരു പാരലൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാ ഡേറ്റാസും ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരമായി ഹാഫ് ഇൻറ്റു എക്ക് പകരം 72 കൊടുക്കാം. നമുക്ക് ബി ആണ് കണ്ടെത്തേണ്ടത്. ഹൈറ്റ്, ഉയരം എത്രയാണ്? 28 ഈക്വൽ ടു 1792. ഓക്കെ, 2ഉം 28ഉം കൂടെ വെട്ടാം 14. 14ഉം 1792 കൂടെ നമുക്ക് വെട്ടാം, 2 ഉപയോഗിച്ച് വെട്ടാം. 14 2 ഉപയോഗിച്ച് വെട്ടിയാൽ 7. 1792 2 ഉപയോഗിച്ച് വെട്ടാം, എത്ര വരും? ഈ 8 16 ശിഷ്ട 1 19, 9 2 18 ശിഷ്ട 1 12, 6 2 12. 7ഉം 896 കൂടെ വെട്ടാം. 1 7 7 ശിഷ്ട 1 19, ഈ 7 14 ശിഷ്ട 5 56, 7 8 56. സോ 128 വരും ആൻസർ. സോ അപ്പൊ നമുക്ക് കിട്ടിയത് 72 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 128. അവിടുന്ന് ബി കണ്ടുപിടിക്കാം. 128ൽ നിന്നും 72 കുറച്ചാൽ മതി. എന്തുവരും? 6 17 12ൽ നിന്ന് 7 കുറച്ചാൽ 5, 56 സെന്റിമീറ്റർ. 56 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരിക. 56 സെന്റിമീറ്റർ. ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കിക്കേ, ശരിയല്ലേ? 8ൽ നിന്ന് 2 കുറച്ച് 6, 12ൽ നിന്ന് 7 കുറച്ച് 5, 56 സെന്റിമീറ്റർ ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഏത് ഓപ്ഷനാണ് ഉത്തരം വരിക? സെക്കൻഡ് ഓപ്ഷൻ, 56 സെന്റിമീറ്റർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടത്താം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പം ട്രപ്പീസിയത്തിന്റെ ഏരിയ വ്യക്തവും ശക്തവുമായി എല്ലാവരും അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം? ഹാഫ് ഇൻറ്റു a + b ഇൻറ്റു h. അവിടെ h എന്ന് പറയുന്ന ട്രപ്പീസിയത്തിന്റെ ഹൈറ്റ് ആണ്. എയും ബിയും സമാന്തരമായ പാരലായിട്ടുള്ള ആ വശങ്ങളുടെ ലെങ്ത്തുകളാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. 4ാമത്തെ ചോദ്യം ജിയോമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത വളരെ പ്രാധാന്യാർഹിതമായ സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണിത്. വാട്ട് വിൽ ബി ദ പെരിമീറ്റർ ഓഫ് ദ ക്വാർട്ടർ സർക്കിൾ ഹാവിംഗ് റേഡിയസ് ഓഫ് 10 സെന്റിമീറ്റർ? യൂസ് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഇതൊരു മുഴുവൻ സർക്കിൾ, പകുതി സെന്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചാൽ അത് ഡയമീറ്റർ എന്ന് വിളിക്കും. ആ ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. ആ ഡയമീറ്റർ സർക്കിളിനെ 2 പകുതികളാക്കി തിരിക്കുന്നു. 1/2 ഈസ് കോൾഡ് സെമി സർക്കിൾ. ആ സെമി സർക്കിളിനെ വീണ്ടും പകുതിയാക്കുന്നതിനെയാണ് നമ്മൾ ക്വാർട്ടർ സർക്കിൾ എന്ന പേരിട്ട് വിളിക്കുന്നത്. സോ ഇതാണ് ഒരു ക്വാർട്ടർ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ, അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. സോ ഡയമീറ്ററിന്റെ പകുതി റേഡിയസ്, അപ്പൊ ഇതും റേഡിയസ് ആയിരിക്കുമല്ലോ, ഒറിജിൻ തൊട്ട് സർക്കിൾ വരെയുള്ള ദൂരം. അപ്പൊ 2 റേഡിയസുകൾ. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാണുന്ന സാധനത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതും റേഡിയസ്, ഇതും റേഡിയസ്. അപ്പൊ ആ 2 ദൂരം നമുക്കറിയാം, r + r. ഇനി ഈ കാണുന്ന ഫേസും കൂടെ, ആ കാണുന്ന ലെങ്ത്തും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ മുഴുവൻ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ അതിനെ 2 കൊണ്ട് ഹരിക്കണം. πr ആണ് സെമി സർക്കിളിന്റെ പെരിമീറ്റർ. അതിന്റെയും പകുതിയാണ് ക്വാർട്ടർ സർക്കിളിന്റെ പെരിമീറ്റർ.
ക്വാർട്ടർ സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മുഴുവൻ സർക്കിളിന്റെ 4/1 ഭാഗം, അപ്പൊ 4 കൊണ്ട് ഹരിക്കണം. ശരിയാണല്ലോ? അതായത് പൈ ആർ ഡിവൈഡഡ് ബൈ 2, 2 4 വെട്ടി 2. പൈ ആർ ഡിവൈഡഡ് ബൈ 2 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഈ കാണുന്ന ലെങ്ത്. പൈ ആർ ഡിവൈഡഡ് ബൈ 2 സെറ്റ് ആണല്ലോ. സോ ആർ പ്ലസ് പൈ ആർ ഡിവൈഡഡ് ബൈ 2 ഇത് എത്രയാണെന്ന് അറിയണം. 6 കൂട്ടി 2r പ്ലസ് പൈ ആർ ഡിവൈഡഡ് ബൈ 2. സോ ഇനിയിപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. റേഡിയസിന് പകരം 10 സെന്റിമീറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്തുവരും? 2 × 10 പ്ലസ് പൈക്ക് പകരം 3.14, റേഡിയസിന് പകരം 10/2, അതായത് 20 പ്ലസ് ഹരിച്ച് നോക്കുക. എന്തുവരും? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹരിക്കാം, അല്ലെങ്കിൽ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 5 വരും അല്ലെ. 4 20 0 ശിഷ്ടം 2, 5 2 7, 3 5 15, 2 പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 20 പ്ലസ് 15.7 എന്തുവരും? 20 15 35.7 വരും ആൻസർ. 35.7 സെന്റിമീറ്റർ. ഫസ്റ്റ് ഓപ്ഷൻ 35.7 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5ാമത്തെ ചോദ്യം. ഇതെല്ലാം NTPC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ABCD എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഒരു റെക്റ്റാങ്കിൾ വരച്ചു വെക്കുക. ABCD വിത്ത് AB is equal to 10 സെന്റിമീറ്റർ. ഈ കാണുന്ന AB എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ്. ആൻഡ് BC is 8 സെന്റിമീറ്റർ. BC എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്റർ ആണ്. ഇഫ് O is the center of the circle touching 3 side. സർക്കിൾ 3 സൈഡിനെ ടച്ച് ചെയ്യുന്നുള്ളൂ. ആരൊക്കെയാണ്? AB യെ ടച്ച് ചെയ്യുന്നുണ്ട്, BC യെ ടച്ച് ചെയ്യുന്നുണ്ട്, DC യെ ടച്ച് ചെയ്യുന്നുണ്ട്. AD യെ സർക്കിൾ ടച്ച് ചെയ്യുന്നില്ല. അങ്ങനെ ഈ 3 സൈഡുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കപ്പെടുന്ന സർക്കിളിന്റെ സെന്റർ ആണ് O എന്നാണ് അവർ പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ ഫൈൻഡ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ OBC. OBC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഇപ്പൊ OBC ട്രയാങ്കിൾ എന്ന് വരച്ചേ. Oയും Bയും Oയും Cയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഇനി OBC ട്രയാങ്കിളിന്റെ ഏരിയ വേണമെങ്കിൽ ട്രയാങ്കിളിന്റെ ബേസ് നമ്മുടെ കയ്യിലുണ്ട് 8. ഈ കാണുന്ന ഹൈറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ട്രയാങ്കിളിന്റെ സോ കോൾഡ് ദിസ് ഹൈറ്റ് എന്ന് പറയുന്നത് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ റേഡിയസ് ആണ്. ശരിയല്ലേ? സർക്കിളിന്റെ റേഡിയസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ഇതേ 8 സെന്റിമീറ്റർ തന്നെയാണ് നമുക്ക് ഇങ്ങനെ താഴോട്ട് വരിക അല്ലെ. അപ്പൊ മൊത്തം ദൂരം 8 സെന്റിമീറ്റർ. ആ 8ന്റെ പകുതി നേരെ പകുതി 4 ആണ് നമ്മുടെ റേഡിയസ്. ഇതേ 4 തന്നെയാണ് ഒറിജിനിൽ നിന്ന് സർക്കിളിന്റെ ഈ എൻഡിലേക്കുള്ള ദൂരം 4. അപ്പൊ നമ്മുടെ ഏരിയ കണ്ടുപിടിക്കേണ്ട ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 8ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 4ഉമാണ്. ബേസും ഹൈറ്റും ഉണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 8, ഹൈറ്റ് എന്ന് പറയുന്നത് 4. 2ഉം 8ഉം വെട്ടി 4 4 16 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ. സെക്കൻഡ് ഓപ്ഷൻ 16 ആണ് ശരി ഉത്തരം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ 6ാമത്തെ ചോദ്യം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. നോക്കിക്കേ, 2 ട്രെയിൻസ് ഗോയിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഇപ്പോൾ ഒരു ട്രെയിൻ ഈ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ മറ്റേ ട്രെയിൻ ഈ ഡയറക്ഷനിൽ തിരിച്ചു വരുന്നു. അത് ആദ്യം മനസ്സിലാക്കാം. സ്റ്റാർട്ട് അറ്റ് സെയിം ടൈം. 2 ട്രെയിനും അവരുടെ ജേർണി ആരംഭിക്കുന്നത് ഒരേ സമയത്തിലാണ്. ഫ്രം 2 സ്റ്റേഷൻസ്, 2 വ്യത്യസ്തമായ സ്റ്റേഷനുകളിൽ നിന്ന്. ഒരു സ്റ്റേഷൻ A ആണെങ്കിൽ അടുത്ത സ്റ്റേഷൻ B ആയിരിക്കും. ഓക്കെ, ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് ഈ 2 സ്റ്റേഷൻസ് തമ്മിൽ 250 കിലോമീറ്റർ എപ്പാർട്ടാണ്. ഈ 2 സ്റ്റേഷൻസ് തമ്മിലുള്ള അകലം, ദൂരം എന്ന് പറയുന്നത് 250 കിലോമീറ്റർ ആണ്. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇഫ് ദ ട്രെയിൻസ് മീറ്റ് ഈച്ച് അതർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 130 കിലോമീറ്റർ, ഏകദേശം ഒരു 130 കിലോമീറ്റർ ആയപ്പോൾ 2 ട്രെയിനുകളും കണ്ടുമുട്ടി.
ഇപ്പൊ ഇത് കണ്ടുമുട്ടിയ സ്ഥലമാണെന്നിരിക്കട്ടെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എ ട്രെയിൻ സഞ്ചരിച്ചത് 130 കിലോമീറ്റർ ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം ബാക്കി 250 നിന്ന് 130 കുറച്ച് എത്ര വരും? 120 സെന്റിമീറ്റർ ആയിരിക്കും ബാക്കിയുള്ള ദൂരം. ശരിയാണല്ലോ? ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ്സ് ഓഫ് ദ ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, ഈ ടോപ്പിക്കിൽ ഏറ്റവും പ്രാധാന്യാർഹിതമായ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ട് ചെയ്യുന്ന ഫോർമുല എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ശരിയാണല്ലോ? സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്, സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഇത് രണ്ടും എപ്പോഴും ഹൃദയസ്ഥമായിരിക്കണം. സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. സോ സ്പീഡ് ഓഫ് ട്രെയിൻ എ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ട്രെയിൻ എ ബൈ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ട്രെയിൻ ബി ആയിരിക്കും. ശരിയല്ലേ? സോ എ എന്ന ട്രെയിൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് 130 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ബി എന്ന ട്രെയിൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ. ശരിയാണല്ലോ? 0 വെട്ടിയാൽ രണ്ട് ട്രെയിനുകളുടെ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ എത്ര വരും? 13:12 ആണ്. ശരി ഉത്തരം ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. 13:12. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അവർ വൺ ഓഫ് ദ ട്രെയിൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങോട്ടുള്ള ട്രെയിന് നമുക്ക് 130 എടുത്താലും നമ്മുടെ റേഷ്യോ തിരിഞ്ഞു വരും 12:13 എന്ന് വരും. അപ്പോൾ 13ഉം 12ഉം ആണ് റേഷ്യോയിൽ പാർട്ടിസിപ്പേറ്റിംഗ് നമ്പേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള ഓപ്ഷൻസ് അത് വരാത്തത് കൊണ്ട് തന്നെ വ്യക്തവും ശക്തവുമായി നമുക്ക് ശരിയുത്തരം, ഇവരുദ്ദേശിക്കുന്ന ശരിയുത്തരം 13:12 എന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയോളൂ. 7ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ ദ ഫിഗർ, ഈ ചിത്രത്തിൽ O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ആംഗിൾ ARS ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. ആംഗിൾ ARS, ഈ കാണുന്ന ഇവർ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആംഗിൾ 125 ഡിഗ്രി ആണ്. ഓക്കെ, 125 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ PAB? അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആംഗിൾ PAB എന്ന് പറയുന്ന ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം? ആദ്യം തന്നെ ആലോചിക്കുക, ഇവിടെ എന്തൊക്കെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? O എന്ന് പറയുന്ന സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് BA. BA എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ APB 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിൾ 180ന്റെ പകുതി 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ആംഗിൾ ARBയും 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുമ്മാ എന്തൊക്കെ ഒബ്സർവ് ചെയ്യാം എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. പിന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് ചില സെഗ്മെന്റുകൾ കാണാം അല്ലെ? ആംഗിൾ BRP എന്ന് പറയുന്നതും BAP എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. കാരണം BP എന്ന കോഡ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് സെഗ്മെന്റ്, ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെയിം സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരേ സെഗ്മെന്റിൽ പെടുന്ന ആംഗിളുകളെല്ലാം തന്നെ സെയിം ആണ്. അത് ഉദ്ദേശിക്കുന്നത് വളരെ പ്രാധാന്യാർഹിതമാണ്, കൃത്യമായി മനസ്സിലാക്കണം. ഇതൊരു കോഡ്. ഈ കോഡ് ഉപയോഗിച്ച് ഒരേ സെഗ്മെന്റിലോട്ട് ഞാൻ ഇങ്ങനെ പല പല ആംഗിളുകൾ വരയ്ക്കുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും എൻഡ് ചെയ്യുന്ന പോയിന്റും ഒന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളുകളെല്ലാം തന്നെ സെയിം ആയി. ഒരെണ്ണം X ആണെങ്കിൽ ബാക്കിയെല്ലാം X ആയിരിക്കും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെയിം സെഗ്മെന്റ് ഈസ് ഈക്വൽ. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രീസ്. അതൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. പിന്നെ ക്വാഡ്രിലാറ്ററലുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ഈ കാണുന്ന PBRA എന്ന ക്വാഡ്രിലാറ്ററൽ ഒരു ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിളുകൾ കൂട്ടുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നിങ്ങൾക്കറിയാം. അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യാർഹിതമായ മറ്റൊരു പ്രത്യേകത സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ സംബന്ധിച്ചിട്ടുള്ളത് ഓപ്പോസിറ്റ് സൈഡുകളുടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും, മറ്റുള്ള ക്വാഡ്രിലാറ്ററലിൽ നിന്ന് വ്യത്യസ്തമായി. ശരിയല്ലേ? സോ എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ചോദ്യം സോൾവ് ചെയ്യാം. ഈ കാണുന്ന ആംഗിൾ 125 ഡിഗ്രിയാണ്. ലീനിയർ പെയർ ഉപയോഗിച്ച്, ലീനിയർ പെയർ BS എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ലീനിയർ പെയർ പ്രകാരം ബാക്കി വരുന്ന ആംഗിൾ, ഒരു ലീനിയർ പെയർ ഒരു പ്രൊട്രാക്ടർ എടുത്ത് കൈ പിടിച്ചാൽ അതിൽ മൊത്തം കാണുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പൊ അതിൽ നിന്ന് 125 കുറയ്ക്കണം അല്ലെ? 180ൽ നിന്നും
125 കുറച്ച് ബാക്കി ഇവിടെ എഴുതണം. ശരിയാണല്ലോ? 10 ൽ 5 കുറച്ച് 5, ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് പോയി 7, 7 ൽ 2 കുറച്ച് 5, ബാക്കി 55 ഡിഗ്രിയാണ് ഇത്. ക്ലിയർ അല്ലേ? 55 ഡിഗ്രി. ഇനി ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഒരു സെമി സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ, കാരണം ഈ കാണുന്ന BA എന്ന ഡിസ്റ്റൻസ് ഡയമീറ്റർ ആണ്. അപ്പൊ ഈ ഇൻസ്ക്രൈബ് ചെയ്യുന്ന ARB എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഇത് മുഴുവൻ 90 ഡിഗ്രിയാണ്. മുഴുവൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 55 ആണെങ്കിൽ ബാക്കി എത്രയും കൂടെ ഉണ്ടാവും? 35 ഇവിടെ ഉണ്ടാവും. ശരിയാണല്ലോ? ബാക്കി 35 ഇവിടെ ഉണ്ടാവും. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. 35ഉം 55ഉം കൂടെ ചേർന്നാണ് 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ഇത് 35 ആണെങ്കിൽ ഇത് നോക്കിക്കേ, ശ്രദ്ധിച്ചിരിക്കണേ. ഇത് കോഡ്, നമ്മുടെ BP എന്ന് പറയുന്ന കോഡ്. അവിടെ നമ്മുടെ ബാക്കി സർക്കിൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന 2 ആംഗിളുകൾ ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരേ സെഗ്മെന്റിൽ വരുന്ന 2 ആംഗിളുകൾ, അതിൽ ഒരു ആംഗിൾ നമുക്ക് കിട്ടി 35. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും? 35 ആയിരിക്കും. സർക്കിൾ ഇവിടെ ബാക്കി കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഞാൻ ഒന്ന് എടുത്തു വരച്ചതാണ്. ആംഗിൾ ഓൺ എ സെയിം സെഗ്മെന്റ് ഈസ് സെയിം. BRP, തുടങ്ങിയത് B, അവസാനിച്ചത് P. അതേപോലെ ബിയിൽ തുടങ്ങി പിയിൽ അവസാനിക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ബിയിൽ തുടങ്ങി സർക്കിളിൽ വന്നത് എയിൽ, അവസാനിച്ചത് പിയിൽ. അപ്പൊ ഇത് 35 ആണെങ്കിൽ ഈ കാണുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ടതായ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ PAB എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ PAB ഇസ് ഈക്വൽ ടു എത്ര വരും? 35 ഡിഗ്രിയാണ് ശരി ഉത്തരം. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? മുന്നോട്ട് പോയാലോ? അടുത്ത ചോദ്യം, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 3/71 പ്ലസ് 3/72 പ്ലസ് 3/73, 3/74, 3/75 എല്ലാവരെയും കൂടെ കൂട്ടുന്നത് എന്തുകൊണ്ട് ഹരിക്കാൻ കഴിയുമെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം ഇങ്ങനെ ഡിവിസിബിലിറ്റി, ഇതുപോലെ കോൺസിക്യൂട്ടീവ് ഹയർ പവേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം തന്നെ ഒരാളെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 3/71 പുറത്തെടുത്താൽ ബാക്കി 1 പ്ലസ് 3 പ്ലസ് 3ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ ക്യൂബ് പ്ലസ് 3/4 എന്ന് വരും. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3/71 ഗുണം 1 3/71, 3/71 ഗുണം 3 3/72, 3/71 ഗുണം 3ന്റെ സ്ക്വയർ 3/73. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 3/74, 3/71 ഇൻറ്റു 3/4 3/35. ശരിയല്ലേ? 71 4 35, സോറി 71 4 75. കറക്റ്റ് ആണല്ലോ? ഇനി ഈ കാണുന്ന സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചേ. ഇതൊന്ന് കൂട്ടിയെടുത്തേ. 3/4 81, 3 ക്യൂബ് 27, 3 സ്ക്വയർ 9, 3 1 കൂട്ടിയെടുക്കുക. ഇത് കൂട്ടിയാൽ എന്താണ് വരിക? 9 1 10, 27 3 30, 30 10 40, 40 81, 8 4 12, 121. സോ ഇത് കൂട്ടി കിട്ടുന്നത് 121 ആണ്. അൾട്ടിമേറ്റ്ലി ഇത് നമുക്ക് 3/71 ഇൻറ്റു 121 എന്നാണ് കിട്ടുന്നത്. ഇതിനെ ഓപ്ഷനിൽ എന്തുകൊണ്ട് ഹരിക്കാം? 121 എന്ന് പറയുന്നത് ആരാ? 11 ഗുണം 11 അല്ലേ? അപ്പൊ അതിനെ 11 കൊണ്ട് സുഖമായിട്ട് ഹരിച്ചാൽ ഒരു 11 വെട്ടിപ്പോത്തില്ലേ? അപ്പൊ ഉറപ്പിക്കാവുന്ന ഡിവിഷൻ, അതായത് 121 ഉള്ളത് കൊണ്ട് തന്നെ നിഷ്പ്രയാസം 100% നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ കാണുന്ന സംഗതി 3/71 ഇൻറ്റു 121 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 11. തീർച്ചയായും അതിനെ എന്തുകൊണ്ട് ഹരിക്കാൻ കഴിയും? 11 കൊണ്ട് ഹരിക്കാൻ കഴിയും. സോ സെക്കൻഡ് ഓപ്ഷൻ 11 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ചോദ്യം സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. സോ അപ്പൊ നമ്മുടെ 9ാമത്തെ ചോദ്യം, അമിത് എലോൺ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days and Balbir alone can do the same work in 10 days. If Amit alone work for 3 days, after which Balbir joins him, then the whole work is finished in how many days എന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുക നോക്കാം. അമിത്തിന് ഒരു ജോലി 15 ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക്കിലെ ചോദ്യമാണ്. ഏറ്റവും പ്രാധാന്യാർഹിതമായി ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അവിടുന്ന് വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം, കാര്യക്ഷമത ഇൻറ്റു സമയമാണ് ജോലി.
കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നതാണ് ഒരു ജോലിയായി ഭവിക്കുന്നത്. സോ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. LCM മെത്തേഡ് തന്നെയാണ് ഇതിന് ഏറ്റവും എളുപ്പമുള്ള രീതി. ഒരുപാട് മെത്തേഡുകളുണ്ട്. യൂണിറ്ററി മെത്തേഡുണ്ട്, LCM മെത്തേഡുണ്ട്. LCM ഈസ് മോസ്റ്റ് പ്രിഫറബിൾ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം ബിക്കോസ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, സമയമനുസരിച്ച് ജോലി ചെയ്യണം. അപ്പം അത് എഫിഷ്യൻ്റായി തന്നെ ചെയ്യുകയും വേണം. ജോലി ചെയ്യുക എന്നുള്ളതല്ല, എഫിഷ്യൻ്റായിട്ട് ചെയ്യണം. അപ്പോൾ LCM മെത്തേഡാണ് കമ്പാരിറ്റീവ്ലി സമയലാഭം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് LCM മെത്തേഡ് തന്നെയാണ്. A ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്യുന്നു, B അതേ ജോലി തന്നെ 10 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ബിക്കായിരിക്കും എഫിഷ്യൻസി കൂടുതൽ. അത് നമുക്ക് ഈസി ആയിട്ട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇഫ് Amit alone works for 3 days, after which Balbir joins him, then the whole work is finished in how many days എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഞാൻ മൊത്തം ജോലി കണ്ടുപിടിക്കണം. അത് ഈ 15ൻ്റെയും 10ൻ്റെയും കൂടെ LCM എടുത്താൽ മതി. എങ്ങനെ LCM എടുക്കാം? കൂട്ടത്തിലെ വലിയ സംഖ്യ നോക്കുക, അത് ചെറിയ സംഖ്യയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. വലിയ സംഖ്യ 15, 15 10 പോത്തില്ല, ശരിയാണല്ലോ. അപ്പോൾ 15ൻ്റെ അടുത്ത ഗുണിതം എടുക്കുക. 15ൻ്റെ ഇരട്ടി എത്രയാണ്? 30. 30 10ൽ പോകും. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം LCM 30 ആണ്. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാണുന്ന വർക്ക് നമ്മുടെ അവർ ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ട് ഹരിച്ചാൽ മതി. വർക്ക് ബൈ ടൈം എടുത്താൽ എഫിഷ്യൻസി ആയി. 30/15 2. അപ്പോൾ എയുടെ എഫിഷ്യൻസി 2. 30/10 3. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 3. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആണേ. ഇനി നമുക്ക് നോക്കാം. അവർ പറയുന്നത് ശ്രദ്ധിക്കൂ. അമിത് 3 ദിവസം ജോലി ചെയ്തു. അപ്പോൾ അവൻ എത്ര ജോലി ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. 2 എഫിഷ്യൻസി വെച്ചുകൊണ്ട് അമിത് 3 ദിവസം ജോലി ചെയ്തു. അമിത് അപ്പം മൊത്തം 6 ജോലി ചെയ്തു, ശരിയാണല്ലോ. മൊത്തം 30 ജോലിയുണ്ട്, അമിത് 6 ജോലി ചെയ്തു. ബാക്കി എത്ര ജോലിയുണ്ട്? ബാക്കി 30ൽ നിന്ന് 6 കുറച്ച് ബാക്കി 24 ജോലി ബാക്കി നിൽപ്പുണ്ട്. അന്നേരം ആരും കൂടെ ജോയിൻ ചെയ്തു? ബാൽബറും കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ 2 പേരുടെയും കൂടെ എഫിഷ്യൻസി 3ഉം 2ഉം 5 എഫിഷ്യൻസി ആണ് ഇനി ഈ ജോലി തീർക്കുന്നത്, ശരിയാണല്ലോ. 5 എഫിഷ്യൻസി വെച്ചുകൊണ്ട് എത്ര സമയം എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ബൈ 5 എടുത്താൽ മതി. I4 20 ശിഷ്ടം 4 ഔട്ട് ഓഫ് 5 4 and 4/5 എന്ന് വരും, ശരിയല്ലേ. സോ ടൈം 4 and 4/5. അപ്പൊ സന്തോഷത്തോടു കൂടി ഓപ്ഷനിലേക്ക് നോക്കി ഫസ്റ്റ് ഓപ്ഷൻ 4 and 4/5 ടിക്ക് ചെയ്യരുത്. കാരണം ജോലി ചെയ്ത് തീർക്കാനെടുത്ത മുഴുവൻ സമയം എത്രയാണ് എന്നാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. ആദ്യമേ ഒരു 3 ദിവസം ജോലി ചെയ്തായിരുന്നല്ലോ, അവനെ നമ്മൾ മറന്നു പോകരുത്. പലർക്കും പറ്റിയ ഈ ചോദ്യത്തിൽ പറ്റിയൊരു അബദ്ധം മേ ബി അതായിരിക്കാം. നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആദ്യമേ ഒരു 3 ദിവസം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആദ്യമേ ഒരു 3 ദിവസം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ബാൽബറും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് 4 and 4/5 ഡേയ്സിൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്തു. വേണ്ട നോക്കിക്കേ, ഹോൾ വർക്ക് ഈസ് ഫിനിഷ്ഡ് ഇൻ ഹൗ മെനി ഡേയ്സ് എന്നാണ് ചോദ്യം. ബാൽബർ കയറി കഴിഞ്ഞ് എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്നല്ല, മുഴുവൻ ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുത്തു. അപ്പൊ 3 + 4 and 4/5 4 3 7 and 4/5 ആണ് നമ്മുടെ ആൻസർ വരും. 7 and 4/5 ഡേയ്സ് കൊണ്ടാണ് അവർ ആ ജോലി കംപ്ലീറ്റ് ചെയ്തത്. 4th ഓപ്ഷൻ 7 and 4/5 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 9ാമത്തെ ചോദ്യം. മൂവിങ് ഓൺ, 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 ശ്രദ്ധിച്ചിരിക്കുക. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ്. ഒരു ക്യൂബോയിഡിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നിവ 27, 18, 21 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് റെസ്പെക്റ്റീവ്ലി. ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 3 സെന്റിമീറ്റർ ക്യാൻ ബി കട്ട് ഔട്ട് ഫ്രം ദി ക്യൂബോയിഡ്. അതായത് ഈ ക്യൂബോയിഡിൽ നിന്നും 3 സെന്റിമീറ്റർ സൈഡുള്ള എത്ര ക്യൂബുകൾ നമുക്ക് കട്ട് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഒരു വലിയ സാധനം മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതിന് തുല്യമായ ചോദ്യം. അവിടെ അൾട്ടിമേറ്റ്ലി ഒരു വലിയ സാധനം അടിച്ച് പരത്തി ചുരുക്കി മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് എടുത്താലും അവിടെ മായാതെ നിൽക്കുന്നത് അതിൻ്റെ വോളിയമാണ്. സോ എത്ര വലിയൊരു സംഗതി വോളിയം, അതിൽ നിന്ന് എത്ര ചെറിയ എണ്ണങ്ങൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ വലിയ വോളിയം ഡിവൈഡഡ് ബൈ ചെറിയ വോളിയം എടുത്താൽ എത്ര ചെറിയ വോളിയങ്ങൾ ചേർന്നതാണ് ആ വലിയ വോളിയം. അതാണ് ബൈക്കിന്റെ ക്യൂബിക് CC, ഇത്ര CC ബൈക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ എത്ര ക്യൂബുകൾ ചേർത്ത് വെച്ചാലാണ് അത് കിട്ടുന്നത് എന്ന് തന്നെയാണ് അവിടുത്തെ അടിസ്ഥാനപരമായ ലോജിക്ക്. ശ്രദ്ധിച്ചിരിക്കുക. അതായത് വലിയ വോളിയം ഡിവൈഡഡ് ബൈ ചെറിയ വോളിയം, എത്ര ചെറിയ വോളിയങ്ങൾ ചേർന്നതാണ് ആ വലിയ വോളിയം. ആ നമ്പർ ഓഫ് ക്യൂബ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ക്യൂബോയിഡിന്റെ വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 27 × 18 × 21.
ക്യൂബിന്റെ വോളിയം സൈഡിന്റെ ക്യൂബ്, അതായത് സൈഡ് ആരാണ് 3, 3 × 3 × 3, 3 × 3 9, 9 × 3 27 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 18 × 21, 18 × 21 ശരിയാണല്ലോ. ഓരട്ടെട്ട് ഓരോന്നൊന്ന്, ഇരട്ട് 16 ശിഷ്ടം 1 2 1 3 378 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. 378 സെക്കൻഡ് ഓപ്ഷൻ 378 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഇപ്പൊ 378 ചെറിയ ക്യൂബുകൾ ചേർത്ത് വെച്ചാൽ നമുക്ക് ആ ക്യൂബോയിഡ് നിർമ്മിക്കാൻ സാധിക്കും. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. വളരെ വ്യത്യസ്തമായ ഏരിയാസിൽ നിന്ന് സെലക്ട് ചെയ്ത ചോദ്യങ്ങളാണ്. എല്ലാം NTPCക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ. ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വീണ്ടും ഉപകാരപ്രദമായ ക്ലാസ്സുകളായിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ.